അണ്ടർ കാരിക്ക് ലൈഫ് ഈസ് ഗുഡ്. യുണൈറ്റഡ് ഫാൻസിന്റെ ലൈഫ് അത്രയും അടിപൊളിയാണെന്ന് പറയാം. കാരിക്ക് വന്നതിന് ശേഷം എന്താ പറയാ, ടോപ്പ് പെർഫോമൻസ് ആണ്. ആ ഒരു ടോപ്പ് ഫോർ പിടിക്കാൻ പറ്റി. അത്രയും ഗംഭീര പെർഫോമൻസ് തന്നെയാണ്. ചെൽസിക്കെതിരെ ഒരു നല്ല വിജയം കിട്ടിയിട്ടുണ്ട്. മാത്യൂസ് കുഞ്ഞയുടെ വകയിരുന്ന ആ ഒരു ഗോള്, പുള്ളിക്ക് എപ്പോൾ ചെൽസിക്കെതിരെ വന്നാലും ആളൊരു ടോപ്പ് നോച്ചാണെന്ന് പറയാം. അത്രയും ക്വാളിറ്റി ഉള്ള ഒരു പ്ലെയർ തന്നെയാണ്. നമുക്കറിയാം ടീമിൽ വന്നേ പിന്നെ ആളുടെ ഇമ്പാക്ട് ബിഗ് ആണെന്ന് തന്നെ പറയാം. ആ ഒരു ആളുടെ ആ ഒരു എന്താ പറയാ, ഒരു ഫിനിഷിങ്ങും അതുപോലെ തന്നെ പുള്ളിയുടെ ആ സെലിബ്രേഷനും എന്താ പറയാ, വേറെ ലെവൽ തന്നെയാണെന്ന് പറയാം. ആ ഒരു പിക്കപ്പ് ചെയ്തത് ബ്രൂണോ ഫെർണാണ്ടസ് ആണ്. അത്രയും കിടിലിനൊരു ക്രോസ് ആയിരുന്നു എന്ന് പറയാം. ആ ഒരു കോംബോ നന്നായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. മുമ്പ് ഇതുപോലെ ചെൽസിക്കെതിരെ പുള്ളി ഹാട്രിക് ഒക്കെ അടിച്ചിട്ടുണ്ട്. ചെൽസിനെ അത്ര പരിഗണിക്കാറില്ല പുള്ളി. അത്രയും ടോപ്പ് നോച്ചായിട്ടാണ് കളിക്കാറുള്ളത്. അന്ന് പെഡ്രോ നെറ്റോ ഒക്കെ വൂൾസി കളിച്ചിരുന്ന ഒരു കാലം എന്ന് പറയാം. സോ അത്രയും ഒരു കിടിലൻ പ്ലെയർ ആണ്. കിടിലൻ മെന്റാലിറ്റിയുമാണ് ആളുടെ. കാരിക്കിന്റെ അണ്ടറിൽ പതിയെ ആ ഒരു ചാമ്പ്യൻസ് ലീഗ് കണ്ടു തുടങ്ങി എന്നുള്ളതാണ്. യുണൈറ്റഡ് ഫാൻസ് എന്തായാലും ടോപ്പ് ഫോറിൽ തന്നെ ഉണ്ട്. അധികം താഴത്തേക്ക് വരാൻ ചാൻസ് ഇല്ല. ഇനിയുള്ള കളികളും ജയിച്ചാൽ മതി. പിന്നെ എടുത്തു പറയേണ്ടത്, നമുക്കറിയാം എല്ലാവരുടെയും ഫേവറേറ്റ് ആണ് കോബി മേനു. ആളുടെ പെർഫോമൻസ് എന്താ പറയാ, വൺ ഓഫ് ദ ബെസ്റ്റ് ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും ഒരു കിടിലൻ പെർഫോമൻസ് ആയിരുന്നു. അണ്ടർ കാരിക്കിന്റെ അടിയിൽ പുള്ളി ഇപ്പൊ നടത്തിക്കൊണ്ടിരുന്ന വെച്ചാൽ ഒരു ടോപ്പ് നോച്ച് പെർഫോമൻസ് എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ ഗർണാച്ചോണി എന്നുള്ള ടോട്ടൽ യുണൈറ്റഡ് ഫാൻസും അതുപോലെ തന്നെ ടീമും മൊത്തത്തിൽ എന്താണ് അടപടലം മൂഞ്ചിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത്രയും ബാഡ് ഒരു പെർഫോമൻസ് ആയിരുന്നു. പിന്നെ ഈ ഒരു ബാക്ക് ഫോർ വെച്ചാണ് കളിച്ചത്. നമുക്കറിയാം ഇഞ്ചുറീസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും അവർക്ക് മുതലെടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അത്രയും ഒരു നല്ല ഡിഫൻസീവ് ടോപ്പ് നോച്ച് പെർഫോമൻസ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു 1 മില്യൺ പ്ലെയറിന്റെ കളിയല്ല ആൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അത്രയും ടോപ്പ് നോച്ച് പെർഫോമൻസ് ആണെന്ന് പറയാം. ഒരു വേൾഡ് ക്ലാസ് പ്ലെയർ ആണ് ആളുടെ ഓൺ ദ ബോൾ എബിലിറ്റി ആണെങ്കിലും ടാക്ലിംഗ് ആണെങ്കിലും എല്ലാം ഒരു ടോപ്പ് നോച്ച് ആണെന്ന് വേണമെങ്കിൽ പറയാം. ഒരു 4-0 വമ്പൻ വിജയം അൽ നസർ സ്വന്തമാക്കിയിട്ടുണ്ട്. 18 കളിയിൽ നിന്ന് 0 അവരുടെ ഡിഫൈറ്റ്. കാരണം അത്രയും ബ്രില്യന്റ് പെർഫോമൻസ് ആണ്. ഏഷ്യ കപ്പിൽ അപ്പൊ നല്ലൊരു വിജയം കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആ ട്രോഫി എന്തായാലും അൽ നസറിന് തന്നെ ആയിരിക്കും. എല്ലാ കളിക്കാരും അതുപോലെ തന്നെ ക്ലബും അത്യാവശ്യം ലോ മെന്റാലിറ്റിയും ലോ ക്വാളിറ്റി ഉള്ള പ്ലേയേഴ്സ് തന്നെയാണ് ഇനിയുള്ള കളികളിലുള്ളത്. അണ്ണന്റെ ഭാഗത്തു നിന്നാണെങ്കിൽ ഒരു കിടിലൻ ഗോൾ ഉണ്ടായിരുന്നു. ആളുടെ 969 ഗോളും വന്നിട്ടുണ്ട്. ആൾ എന്തായാലും ഈ അടുത്ത് തന്നെ 1000 ഗോളാക്കും. ആളുടെ ഫിനിഷിംഗ് ആണെങ്കിൽ ഇപ്പോൾ ഒരു ടോപ്പ് നോച്ച് തന്നെയാണ്. രണ്ടാമത്തെ ഗോളാണെങ്കിലും മൂന്നാമത്തെ ഗോളാണെങ്കിലും ടീമിന് അത്രയും ഗുണം ചെയ്തു എന്നുള്ളതാണ്. സെന്റർ ബാക്കിന്റെ ഭാഗത്തു നിന്ന് ആ ഒരു ഗോള് നമുക്കറിയാം. ഇനീഗോ മാർട്ടിനസ് അത്രയും കിടിലൻ പ്ലെയർ ആയിരുന്നു ബാഴ്സയിൽ വെച്ചിട്ട്. ആളൊരു ഫ്രീ ട്രാൻസ്ഫറിൽ വന്നാണ്. ആളുടെ ഹെഡർ ആണെങ്കിലും ഡിഫൻസീവ് പെർഫോമൻസ് ആണെങ്കിലും അടിപൊളിയാണെന്ന് പറയാം. ആളുടെ എന്തായാലും കരാറ് പുതുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ആള് 1 വർഷത്തേക്കാണ് വന്നത്. ആളെന്തായാലും പുതിയ കോൺട്രാക്ട് കൊടുക്കുക. കാരണം ആളുടെ ഇമ്പോർട്ടൻസ് അത്രയും ടീമിന് ഗുണം ചെയ്യും എന്നുള്ളതാണ്. മാനയാണെങ്കിലും ആ ഒരു പെർഫോമൻസ് ബ്രില്യൻ്റ് ആണ്. പുള്ളിയുടെ ആ ഒരു ടോപ്പ് നോച്ച് ആണെന്ന് വേണമെങ്കിൽ പറയാം. ടീമിൽ മൊത്തത്തിൽ ഇപ്പൊ ചേഞ്ച് വന്നിട്ടുണ്ട്. ആ ഒരു മെന്റാലിറ്റി ആണെങ്കിലും എന്താ പറയാ, കിടിലൻ തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ആഴ്സണൽ പിന്നെയും ബോട്ടിലിംഗ് തുടങ്ങിയിട്ടുണ്ട്. ആ പ്രീമിയർ ലീഗ് ഇനി കിട്ടാൻ ചാൻസ് വളരെ കുറവാണ്. സിറ്റിക്ക് ഇനി ഒരു കളി കൂടിയുണ്ട്. അപ്പൊ വി ആർ ബാക്ക്. ആ ഒരു ചെറുക്കിട ആ ഒരു ഗോളിൽ തന്നെ ഉണ്ടായിരുന്ന ആളുടെ ആ ഒരു ടാലന്റ് കിടിലൻ ഗോളായിരുന്നു എന്ന് പറയാം. കാരണം അത്രയും ഒരു കിടിലൻ പെർഫോമൻസ് ആയിരുന്നു. ആളുടെ ട്രിബിളിംഗ് ആണെങ്കിലും കിടിലൻ തന്നെയാണ്. അങ്ങനെ ആ ഒരു മിസ്റ്റേക്കിൽ നിന്ന് ഹാവേർട്സ് അടിച്ച ആ ഒരു ഗോള്, ആ ഒരു ഗോളിൽ നിന്നാണ് പിന്നീട് കളി മുന്നോട്ട് പോയതെന്ന് വേണമെങ്കിൽ പറയാം. 17-ാം മിനിറ്റിൽ തന്നെ ആ ഒരു എന്താണ് സമനില കിട്ടിയെന്നുള്ളതാണ്. ലാസ്റ്റ് മിനിറ്റ് ആയപ്പോഴേക്കും ഹാളൻഡിന്റെ ആ ഒരു ഗോളില സിറ്റി ആ ഒരു വിജയവും കിട്ടിയെന്നുള്ളതാണ്. അവർ ഏകദേശം കിരീടത്തിലേക്ക് എത്തിയിട്ടുണ്ട്. കാരണം ഇനിയൊരു കളി ബാക്കിയുണ്ട്. അത് മാത്രമല്ല ആഴ്സണൽ എന്തായാലും ആ ഒരു ട്രബിളിലാണ്. അവർ ബോട്ടിൽ ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. സിറ്റി ഇങ്ങനെയുള്ള ഒരു ടൈമിൽ അവർക്ക് ആ ഒരു മെന്റാലിറ്റി കാണിക്കാൻ അറിയാം. ഹാളൻഡ് ആണെങ്കിലും പതിയെ ആ ഒരു ഗോൾ ക്ഷാമമൊക്കെ തീർത്ത് തിരിച്ചു വന്നിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പൊ ആളുടെ ഭാഗത്തു നിന്നാണെങ്കിലും കിടിലൻ പെർഫോമൻസ് ആയിരുന്നു. ആ ഒരു ഗോൾ കണ്ടുപിടിക്കാൻ പുള്ളി കുറച്ചായി. റീസെന്റ് ആയിട്ടുള്ള കളിയിലൊന്നും ആൾക്ക് ആ ഒരു ഗോൾ സ്കോർ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. പക്ഷെ റൈറ്റ് ടൈമിൽ ആൾ അത് കണ്ടുപിടിച്ചു എന്നുള്ളതാണ്. ആഴ്സണൽ ഫാൻസ് എന്തായാലും വറീഡ് ആയിട്ടുണ്ടാവും. കാരണം എന്തായാലും ആ ഒരു ട്രോഫി ഇനി കിട്ടാൻ വളരെ ചാൻസ് കുറവാണ്. കാരണം അവര് തോൽവിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ്.